ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ച് മന്ത്രിമാർ ഭൂമി സ്വന്തമാക്കിയതായി ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് പരാതി. മന്ത്രിമാരായ അടൂർ പ്രകാശ്, മഞ്ഞളാംകുഴി അലി എന്നിവർ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ച് 15 ഏക്കറിലധികം ഭൂമി കൈവശം വെച്ചിരിക്കുന്നു എന്നാണ് പീപ്പിൾസ് കൗൺസിൽ എന്ന സംഘടന പരാതി നൽകിയത്. ഭൂപരിഷ്കരണ നിയമപ്രകാരം ഒരു കുടുംബത്തിന് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി 15 ഏക്കറാണ്. മന്ത്രിമാരായ മഞ്ഞളാംകുഴി അലിയും അടൂർ പ്രകാശും ഈ പരിധി ലംഘിച്ച് ഭൂമി കൈവശം വെച്ചിരിക്കുന്നുവെന്ന് കാട്ടിയാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പീപ്പിൾസ് കൗൺസിൽ എന്ന സംഘടനയാണ് പരാതി നൽകിയത്. മഞ്ഞളാംകുഴി അലിയുടെയും കുടുംബത്തിന്റെയും പേരിലായി 20 ഏക്കറോളം ഭൂമിയും അടൂർ പ്രകാശിന്റെയും ഭാര്യയുടെയും പേരിലായി 21 ഏക്കർ ഭൂമിയും ഉണ്ടെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഭൂരഹിത കേരളം പദ്ധതി പ്രകാരം ഭൂമിക്കായി അപേക്ഷ നൽകിയവരിൽ 8% പേർക്കാണ് ഇതുവരെ ഭൂമി നൽകാനായതെന്ന് സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2015 സെപ്റ്റംബർ 30-നുള്ളിൽ അപേക്ഷിച്ച എല്ലാവർക്കും ഭൂമി നൽകുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. എന്നാൽ ആ വാഗ്ദാനം ഇതുവരെയും നടപ്പിലാക്കാനായിട്ടില്ല. ഈ സാഹചര്യത്തിൽ മന്ത്രിമാർ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണമെന്നും ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പീപ്പിൾസ് കൗൺസിൽ ആവശ്യപ്പെടുന്നു. PV കുട്ടൻ, കോഴിക്കോട്.